തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് കാരണം താഴെത്തട്ടിലെ സംഘടനാപരമായ വീഴ്ചയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി തന്നെ വിലയിരുത്തി കഴിഞ്ഞു. മൂന്നാം തുടർഭരണം മോഹിച്ച നിർണായകമായ മറ്റൊരു തിരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുമ്പോൾ സമീപകാലത്തെങ്ങുമില്ലാത്ത സംഘടനാ പ്രതിസന്ധിയിൽ വീർപ്പുമുട്ടുകയാണ് പാർട്ടി. ശക്തി കേന്ദ്രങ്ങളായ ആലപ്പുഴയിലും പാലക്കാടും ഇടുക്കിയിലും കൊല്ലത്തും കണ്ണൂരിലുമൊക്കെ നേതാക്കൾ പാർട്ടിയെ വെല്ലുവിളിച്ച് രംഗത്തിറങ്ങുന്നു. പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ സുധാകരൻ മുതൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വരെ പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിച്ചെത്തുന്ന സാഹചര്യം CPMന്റെ സംഘടനാ കരുത്തിനുണ്ടായ കനത്ത പ്രഹരമാണ്. ഫണ്ട് തിരിമറിയും അഴിമതിയും അവഗണനയും അടക്കം ചൂണ്ടിക്കാട്ടിയാണ് നേതാക്കൾ പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്തെത്തുന്നത്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകളിൽ കോൺഗ്രസിന്റെ തർക്കങ്ങൾ പതിവായിരുന്നെങ്കിലും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന CPMന്റെ സംഘടനാ പ്രക്രിയ വേറിട്ട് നിന്നിരുന്നു. പിണറായി യുഗത്തിൽ വിഭാഗീയതയ്ക്ക് അന്ത്യം കുറിക്കാനായി എന്ന പാർട്ടി അവകാശപ്പെടുമ്പോഴാണ് ആ ചിത്രം മാറുന്ന കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്. തുടച്ചു നീക്കപ്പെട്ടെന്ന് CPM അവകാശപ്പെടുന്ന വിഭാഗീയത തന്നെയാണ് ഇന്നത്തെ പ്രതിസന്ധികളുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആലപ്പുഴയിൽ സുധാകരൻ, പാലക്കാട് PK ശശി, കൊല്ലത്ത് ആയിഷ പോറ്റി, കണ്ണൂരിൽ കുഞ്ഞികൃഷ്ണൻ, ഇടുക്കിയിൽ രാജേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ വെല്ലുവിളിയുയർത്തി പാർട്ടിക്ക് പുറത്തുപോകുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലത്തിൽ പോലും തീരുമാനത്തെ അണികൾ ചോദ്യം ചെയ്യുന്നു. ആലപ്പുഴയിലെ CPMലെ വിഭാഗീയതയും ഉൾപാർട്ടി കലാപങ്ങളും ചരടുവലികളും എന്നും പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ പൊട്ടിത്തെറിയാണ് സുധാകരനിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാലത്ത് കടുത്ത VS അനുയായിയായിരുന്നു സുധാകരൻ. പിന്നീട് പാർട്ടിയിൽ നിന്നും പിണറായി പോരാട്ടകാലത്ത് പിണറായി പക്ഷത്തേക്ക് മാറി ആലപ്പുഴയിലെ പാർട്ടിയെ ഒപ്പം നിർത്തി. 2001 കായംകുളം മണ്ഡലത്തിൽ നിന്നുള്ള തോൽവിക്ക് പിന്നാലെയായിരുന്നു ആ മാറ്റം. പാർട്ടിയിലെ ശാക്തിക സമവാക്യങ്ങൾ മാറിമറിയുകയും VS പക്ഷം ദുർബലമാവുകയും ചെയ്തതോടെ ആലപ്പുഴയിൽ സുധാകരൻ ശക്തനായി. ഒരിക്കൽ VSന്റെ വിശ്വസ്തനായിരുന്ന സുധാകരൻ പിണറായി വിജയന്റെ ആലപ്പുഴയിലെ അവസാന വാക്കായി മാറി. 2002 വിഭാഗീയതയുടെ കാലത്ത് പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സുധാകരനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തിയിരുന്നു. പിന്നീട് സംസ്ഥാന സമ്മേളനത്തിൽ തിരിച്ചെത്തുകയായിരുന്നു. അതിനിടെ ജില്ലയിൽ സുധാകരൻ TM തോമസ് ഐസക് പക്ഷങ്ങൾ വളർന്നെങ്കിലും മേൽക്കൈ എല്ലാ കാലത്തും സുധാകരന് തന്നെയായിരുന്നു. ഇന്ന് ആലപ്പുഴയിലെ തലപ്പൊക്കമുള്ള പല നേതാക്കന്മാരുടെയും വളർച്ചയിൽ ചെറുതല്ലാത്ത പങ്ക് സുധാകരനുണ്ട്. അവരിൽ ചിലരാകട്ടെ സുധാകരന്റെ എതിർപക്ഷത്താണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. 1996 കായംകുളത്ത് നിന്നും സഭയിലെത്തിയ സുധാകരൻ പിന്നീട് 2006 മുതൽ 2021 വരെ അമ്പലപ്പുഴ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2006-11 കാലത്തെ VS മന്ത്രിസഭയിൽ സഹകരണ ദേവസ്വം വകുപ്പും 2016-21 കാലത്തെ പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയുമായിരുന്നു. ജനപ്രതിനിധി എന്ന നിലയിൽ അഴിമതിരഹിതനായ മന്ത്രി എന്ന നിലയ്ക്കുമുള്ള പ്രവർത്തനങ്ങൾ സുധാകരനെ ജനപ്രിയനാക്കി. KR ഗൗരിയമ്മയ്ക്കും MV രാഘവനും ശേഷം CPM വിടുന്ന ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവാണ് സുധാകരൻ. സുധാകരൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ CPMന് അത്ര എളുപ്പം അവഗണിക്കാനാകുന്നതല്ല. താൻ ആരാണെന്നും തന്റെ പാരമ്പര്യം എന്താണെന്നും വിവരിക്കാനാണ് ഏതാണ്ട് മുഴുവൻ സമയവും വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ എടുത്തത്. കമ്മ്യൂണിസമാണ് തന്റെ ആദർശമെന്നും അത് തുടരുമെന്നും പറഞ്ഞ മറ്റു പാർട്ടികളിലൊന്നും ചേരാതെ സ്വതന്ത്രനായി നിൽക്കുന്ന സുധാകരനെ വർഗശത്രു എന്ന് മുദ്രകുത്തി ഒഴിവാക്കാനാകുമോ CPMന്? ആലപ്പുഴയുടെ വിപ്ലവവീര്യം നിറയുന്ന ചുവന്ന മണ്ണിലാണ് എല്ലാവരും ദീർഘകാലം നെഞ്ചേറ്റിയ സഖാവ് പാർട്ടിയുടെ പടിയിറങ്ങുന്നത്. പല കാരണങ്ങളാൽ CPMൽ നിന്ന് അകന്നവരെയും മാറ്റി നിർത്തപ്പെട്ടവരെയും ഒരുമിപ്പിച്ചുകൊണ്ടാണ് പാലക്കാട് PK ശശി CPMനെ വെല്ലുവിളിക്കുന്നത്. CPM MLAയും KTDC ചെയർമാനുമായിരുന്ന PK ശശി CPMൽ VS അച്യുതാനന്ദൻ പിണറായി വിഭാഗീയത കത്തുനിന്ന കാലത്ത് പിണറായി വിഭാഗത്തിന്റെ കരുത്തായിരുന്നു. VS വിഭാഗത്തിന്റെ ഉരുക്കുകോട്ടയായിരുന്ന പുതുശ്ശേരി, കോങ്ങാട്, ആലത്തൂർ, ചെർപ്പുളശ്ശേരി മേഖലകളിലെ നേതാക്കൾ ഈ കരുത്ത് അനുഭവിച്ചറിഞ്ഞു. പലരും ഒതുക്കപ്പെട്ടു. വിഭാഗീയതയുടെ കാലത്തിനു ശേഷം ശശിക്കെതിരെ DYFI വനിതാ നേതാവിന്റെ ആരോപണം ഡൽഹി കേന്ദ്രീകരിച്ച് പുറത്തുവന്നതിലും പാർട്ടിക്കകത്തെ മറ്റൊരു തരത്തിലെ വിഭാഗീയത ഉണ്ടായിരുന്നുവെന്ന് ശശിയെ അനുകൂലിക്കുന്നവർ പറയുന്നു. ഇതേ ചൊല്ലി നടപടി ഉണ്ടായെങ്കിലും പാർട്ടി അന്വേഷണ കമ്മീഷന്റെ തീവ്രത കുറഞ്ഞ പീഡനമെന്ന നിലപാട് പിന്നീട് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു. ഇടുക്കിയിൽ പാർട്ടി ജില്ലാ നേതൃത്വവുമായി അകന്ന രാജേന്ദ്രൻ എന്ന തോട്ടം തൊഴിലാളി നേതാവ് 3 തവണ MLA ആക്കിയ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് നേരെ പോയി ചേർന്നത് BJPക്കെതിരായ പോരാട്ടത്തിന്റെ മുന്നണി തങ്ങളാണെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഈ നടപടിയുണ്ടാകുന്നത്. കോൺഗ്രസിൽ നിന്ന് BJPയിൽ ചേക്കേറുന്നവരുടെ എണ്ണം വെച്ച് അവരെ കടന്നാക്രമിക്കുമ്പോഴാണ് രാജേന്ദ്രന്റെ പോലുള്ളവർ കാവിക്കോടി ഏന്തുന്നത്. കൊട്ടാരക്കരയിൽ സാക്ഷാൽ ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ച് മണ്ഡലം ഇടതുകോട്ടയാക്കി ആയിഷ പോറ്റിയും കോൺഗ്രസ് കൈപിടിച്ചു. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ 1 കോടിയോളം രൂപയുടെ തിരിമറി നടത്തിയെന്ന MLAക്കെതിരെ വരെ ആരോപണം ഉന്നയിച്ചാണ് CPM ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിടുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പിൻഗാമിയായി ഭാര്യയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ PK ശ്യാമളയെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ പ്രവർത്തകർക്കിടയിൽ എതിർപ്പാണ് CPM നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. കുടുംബാധിപത്യമാണെന്ന വിമർശനമാണ് ഉയർന്നത്. ഏരിയ കമ്മിറ്റി യോഗത്തിലടക്കം എതിർപ്പുണ്ടായ സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് CPM. എന്ത് വില കൊടുത്തും മണ്ഡലം നിലനിർത്തുകയാണ് ലക്ഷ്യം. ഇതിനായി മുതിർന്ന നേതാക്കളായ P. ജയരാജനും MV ജയരാജനും മണ്ഡലത്തിന്റെ ചുമതല നൽകിയിട്ടുണ്ട്.
2 പതിറ്റാണ്ടോളം ആലപ്പുഴയിലെ CPM-ന്റെ ചലനങ്ങൾ നിയന്ത്രിച്ച നേതാവാണ് അപമാനിക്കപ്പെട്ടെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ് പാർട്ടിയുടെ പടിയിറങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിരാളികൾക്ക് CPM സംഭാവന ചെയ്യുന്ന 4ാമത്തെ നിയുക്ത സ്ഥാനാർത്ഥിയാണ് ജി സുധാകരൻ. കൊല്ലത്തെ നേതാവ് ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവോടെയാണ് ഇതിന് തുടക്കമായത്. ഏതായാലും പാലക്കാട് PK ശശി UDF സ്വതന്ത്രനാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നു. CPM വിട്ട് BJPയിൽ ചേർന്ന രാജേന്ദ്രനും സ്ഥാനാർത്ഥിയാകുന്നു. അങ്ങനെ CPM-ന് മുന്നിൽ ചോദ്യമായി മുൻ CPM നേതാക്കൾ തന്നെ രംഗത്ത്. 63 വർഷത്തെ CPM ബന്ധം ഉപേക്ഷിച്ചാണ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ ഇറങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനോ പ്രചാരണമോ ചുമരെഴുത്തോ നടത്തില്ല. ആരുടെയും പിന്തുണ തേടി പോകില്ല. പിന്തുണ നൽകുന്നവർക്കുള്ള മറുപടി അപ്പോൾ നൽകും. എതിരാളിയായി VS-ന്റെ മകൻ വന്നാലും പിന്മാറില്ല എന്ന് തന്നെയാണ് സുധാകരന്റെ നിലപാട്. ഏതായാലും KR ഗൗരിയമ്മ പോവുകയും VS സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ മുഖമാവുകയും ചെയ്ത കാലത്ത് പിന്നാലെ ആലപ്പുഴയിലെ CPM ചലിച്ചത് ജി സുധാകരൻ എന്ന GS എന്ന കേന്ദ്രബിന്ദുവിനെ ചുറ്റിയായിരുന്നു. അഴിമതിക്കറ പുരളാത്ത പ്രതിച്ഛായ, എന്തും തുറന്നടിച്ചുള്ള പ്രതികരണങ്ങൾ, ആരെയും കൂസാതെ സുധാകരൻ ആലപ്പുഴയുടെ ജനകീയനായി. ആ ജനകീയനാണ് ഇപ്പോൾ CPM-ൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത്. ആലപ്പുഴ വാർത്താ സമ്മേളനത്തിൽ CPM നേതാവ് എളമരം കരീമിനെ രൂക്ഷമായി സുധാകരൻ വിമർശിച്ചിരുന്നു. മാത്രമല്ല CPM നേതാവ് MM മണിക്കുള്ള അതിശക്തമായ മറുപടിയും സുധാകരൻ നൽകിയിരുന്നു. ഏതായാലും സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിലും തുറന്നു പറച്ചിലിലും പകച്ചു നിൽക്കുകയാണ് ആലപ്പുഴയിലെ CPM നേതൃത്വം. പാർട്ടി നേതൃത്വം പൊളിറ്റിക്കൽ ക്രിമിനലുകളെ വളർത്തി അവരെ കൊണ്ട് മുതിർന്ന നേതാക്കളെ ആക്രമിക്കുകയാണെന്നാണ് സുധാകരൻ തുറന്നടിച്ചത്. സഹോദരനായ G ഭുവനേശ്വരൻ കൊല്ലപ്പെട്ടിട്ട് പാർട്ടിയിൽ നിന്നും ഒരു സഹായവും ലഭിച്ചില്ലെന്നും സുധാകരൻ പറഞ്ഞു.